ഹായോ. സോ ഈ ഒരു സീരീസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ACC റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ 1 അവറിൽ നമ്മൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ തിയറി ആസ്പെക്റ്റും ന്യൂമറിക്കൽ ആസ്പെക്റ്റും കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ടൈം ലൈൻ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ഏരിയയിലേക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS 21 ദി ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ FR പേപ്പറിലും അതേപോലെ SBR പേപ്പറിലും വൈഡ്ലി ടെസ്റ്റഡ് ആണ്, അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻറ്റും ആണ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സ്റ്റാൻഡേർഡ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് എന്തിനാണ് ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, ഇത് എപ്പോഴാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ട് വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമുക്ക് ഇവിടെ നോക്കാം. വാട്ട് ഈസ് IAS 21? IAS 21 എന്തിനാണ് നിലനിൽക്കുന്നത് ഇനീഷ്യലി പറഞ്ഞുതരാം. IAS 21 is an international accounting standard that guides how companies account for transactions and balances involving foreign currencies. അതായത് ഒരു കമ്പനി അവരുടെ ട്രാൻസാക്ഷൻസിൽ ഫോറിൻ കറൻസീസ് ഇൻവോൾവ് ആണെങ്കിൽ അതെങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് IAS 21 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് ഡീറ്റെയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് വൈ എന്ന് പറയുന്ന ഫാക്ടർ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ടു എൻഷുർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്യുറേറ്റ് ആൻഡ് കമ്പാരബിൾ വെൻ ദ കമ്പനി ഡീൽ വിത്ത് മൾട്ടിപ്പിൾ കറൻസീസ്. അതായത് ഒരു കമ്പനി പല കറൻസീസിൽ ഡീൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ലെറ്റ്സ് സേ ലുലു എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ എടുക്കാം. ലുലു എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, അതേപോലെ GCC കൺട്രീസിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. സോ GCC കൺട്രീസിലുള്ള കറൻസീസ് ഡിഫറെൻ്റ് ആണ്, ഇന്ത്യത്തെ കറൻസി ഡിഫറെൻ്റ് ആണ്. സോ ഇത് തമ്മിൽ ഇവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഈ ഒരു ഡിഫറൻസ് ഇവരെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡിൽ ഡീറ്റെയിലി കവർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തത്? ഇത് ഫസ്റ്റ് ഇനീഷ്യലി ഉണ്ടാക്കിയത് 1983 ഇനി ഫർദർ അപ്ഡേറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു വേർഷൻ വന്നത് 2005 സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ലെഡ് ടു ഇറ്റ്സ് ഫോർമേഷൻ. ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. സോ ഗ്ലോബലൈസേഷൻ കാരണം നമ്മൾ പല കമ്പനീസ് വന്നിട്ട് ഇൻ്റർനാഷണലി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഹൈലി ഗ്രോ ചെയ്തു. അപ്പോൾ ഇത് കാരണം പല കറൻസീസിലായിരിക്കും ഈ കമ്പനീസ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. സോ ഇതിൽ ഇൻകൺസിസ്റ്റൻസീസ്, അതേപോലെ തന്നെ കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ കമ്പാരിസൺ ഒന്നും പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇതിനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് IAS 21 എന്ന് പറയുന്ന ഈ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലായിട്ട് എന്ത് ചേഞ്ചസ് വന്നാലും ഇതെങ്ങനെ വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ എന്ന് കവർ ചെയ്യേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഓവർവ്യൂ ആണ്. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ എന്താണ് കവർ ചെയ്യുന്നത്, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് എന്താണ് ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു കമ്പനി ഫോറിൻ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുക രണ്ട് സിറ്റുവേഷനിലാണ്. ഒന്നാമത്തത്, അവർ വേറൊരു രാജ്യത്തുള്ള കറൻസിയിൽ സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊന്നാമത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അമേരിക്കൻ കമ്പനി ഉണ്ട്, അവർ UK ഒരു കമ്പനിയായിട്ട് സാധനം വാങ്ങി. ഒരു UK കമ്പനി എന്തെങ്കിലും സാധനം വാങ്ങി, അത് ബില്ല് ചെയ്തിരുന്നത് പൗണ്ടിലായിരുന്നു. ഇനി ഇതേപോലെ അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തു, UK കമ്പനീസിന് സാധനം വിറ്റു. സോ അതും ബില്ല് ചെയ്തിരുന്നത് പൗണ്ടിലായിരുന്നു. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആണ്, നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ ബാധിക്കും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത്, നമ്മുടെ തന്നെ സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് കമ്പനി, അല്ലെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് വേറൊരു രാജ്യത്തുണ്ട്, വേറൊരു രാജ്യത്തിൽ അവർ വേറെ കറൻസി ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാകുക. സോ ആ സിറ്റുവേഷനിൽ നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ FSും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ മദർ കമ്പനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റ് കമ്പനി ആയതുകൊണ്ട് നമ്മുടെ കറൻസിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, FSും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ രാജ്യത്തുള്ള കറൻസീൻ്റെ ഫിഗേഴ്സ് മൊത്തം ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ആ കേസിലും ഈ ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണ്. സോ രണ്ട് സിറ്റുവേഷനാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ഫോറിൻ കറൻസിയിൽ എന്ത് ചെയ്യണം, ഗുഡ്സ് ബൈയോ സെല്ലോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സബ്സിഡറി അല്ലെങ്കിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബ്രാഞ്ച് വേറൊരു രാജ്യത്ത്, വേറൊരു കറൻസിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു രാജ്യത്തിൽ പ്രസൻ്റ് ആയിരിക്കണം. സോ ഇവിടെ വരുന്ന രണ്ട് ഇഷ്യൂസാണ്. ഇവിടെ വരുന്ന കീ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഷുഡ് ബി യൂസ് ടു ട്രാൻസ്ലേറ്റ് ഫോറിൻ കറൻസി എമൗണ്ട്സ്. സോ നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഏത് എക്സ്ചേഞ്ച് റേറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫറൻസസ് വരും. ഈ ഡിഫറൻസസ് നമ്മൾ എങ്ങനെ വേണം, ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഡിഫറൻസ് നമ്മൾ എങ്ങനെ വേണം റെക്കഗ്നൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ വേണം അക്കൗണ്ട് ചെയ്യാൻ. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് മെയിൻലി അഡ്രസ്സ് ചെയ്യേണ്ടത്.
സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് കറൻസീസ് ആണുള്ളത്. ഒന്നാമത്തത് ഫങ്ഷണൽ കറൻസി ആൻഡ് പ്രസൻറ്റേഷണൽ കറൻസി. സോ ഫങ്ഷണൽ കറൻസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കറൻസി ഓഫ് ദ പ്രൈമറി എക്കണോമിക് എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ദ എൻറ്റിറ്റി ഓപ്പറേറ്റ്. സോ എൻറ്റിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ എക്കണോമിക് എൻവയൺമെൻറ്റിലുള്ള കറൻസി ഏതാണോ അതാണ് ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നത് ഏത് കറൻസി വെച്ചിട്ടാണോ അതാണ് നമുക്ക് ഫങ്ഷണൽ കറൻസി എന്ന് പറയാൻ പറ്റുക. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ്, സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ് എന്നിട്ട് നമ്മൾ ഫർദർ ഇനിയും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കവർ ചെയ്യാം. അത് കവർ ചെയ്യുമ്പോഴാണ് ഫുൾ പിക്ചർ കിട്ടുക എന്താണ് ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. അതേപോലെ പ്രസൻറ്റേഷണൽ കറൻസി ഉണ്ട്. പ്രസൻറ്റേഷണൽ കറൻസി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് കറൻസി വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് കറൻസി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനാണ് നമ്മൾ പ്രസൻറ്റേഷണൽ കറൻസി. അതാണ് പ്രസൻറ്റേഷണൽ എന്ന് പറയുന്ന ടേം വരാൻ കാരണം. അതാണ് പ്രസൻറ്റേഷണൽ കറൻസി എന്ന് പറയുന്നത്. സോ ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ അവർക്ക് ഒരു ഫങ്ഷണൽ കറൻസി ഉണ്ടാവും, പ്രസൻറ്റേഷണൽ കറൻസി ഉണ്ടാവും. ചില സിറ്റുവേഷനിൽ ഇത് രണ്ടും ഒന്നായിരിക്കും. ഇവരുടെ ഫങ്ഷണൽ കറൻസിയും അതേപോലെ പ്രസൻറ്റേഷൻ അതേ ഇത് വെച്ചിട്ട് തന്നെ കറൻസി വെച്ചിട്ട് തന്നെ ഇവർ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസൻറ്റേഷണൽ കറൻസിയും സെയിം ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു ഫങ്ഷണൽ കറൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. സോ അതിന് പ്രൈമറി ഫാക്ടേഴ്സും സെക്കൻഡറി ഫാക്ടേഴ്സും ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. എൻ്റെ പ്രൈമറി ഫാക്ടേഴ്സ് ഇൻകൺക്ലൂസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൈമറി ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതാണ് കറൻസി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് നമ്മൾ പോകും. സോ ആദ്യം നമുക്ക് പ്രൈമറി ഫാക്ടേഴ്സ് നോക്കാം. അപ്പോൾ പ്രൈമറി ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെയിൽസ് കറൻസിയാണ് നോക്കേണ്ടത്. ഇത് ഇത്രയും ലൈക്ക് പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ പഠിക്കേണ്ട. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കറൻസിയിലാണോ നമ്മൾ സാധനം വിൽക്കുന്നത്, നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഏത് പ്രൈസ് അല്ലെങ്കിൽ ഏത് കറൻസിയിലാണോ പ്രൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ വിൽക്കുന്നത് ഏത് കറൻസിയിലാണോ അതാണ് പ്രൈമറി ഫാക്ടർ അല്ലെങ്കിൽ സെയിൽസ് കറൻസി എന്ന് പറയുന്നത്. ഇൻ വാട്ട് കറൻസി ഈസ് മൈ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് മെയിൻലി കോട്ടഡ് ഓർ സോൾഡ്. ഏത് കറൻസിയിലാണോ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ നോക്കിയോ, ഒരു ഇന്ത്യയിലുള്ളൊരു ലോക്കൽ ഷോപ്പ്, ഇനി ഇന്ത്യയിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കൊച്ചിയിലുള്ളൊരു ഷോപ്പ്. അപ്പോൾ ഈ കൊച്ചിയിലുള്ള ഷോപ്പിൽ എന്താ റൈസ്, മിൽക്ക്, വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുകയാണ്. ഓക്കെ, ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് റുപ്പീസിലാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ റൈസിന് ഇവർ പറയാണ് ₹15 എന്ന് പറയാം, അല്ലെങ്കിൽ ഇവർ വെജിറ്റബിൾസിന് പറയാണ് 20 rupees എന്നുള്ള രീതി റുപ്പീസിലാണ് ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇവരുടെ കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നതും INRലാണ്, റുപ്പീസിലാണ് ഇവരുടെ കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നത്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ ഇവരുടെ റുപ്പീസാണ് ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഇന്ത്യ പ്രവർത്തിക്കുന്ന കമ്പനീസ് എല്ലാം അവരുടെ ലൈക്ക് പ്രൊഡക്റ്റ് റുപ്പീസിലായിരിക്കുമല്ലോ കോട്ട് ചെയ്യുക. അപ്പോൾ ഏത് രാജ്യത്താണോ അവർ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ കറൻസി തന്നെ ആയിക്കൂടെ അവരുടെ ഫങ്ഷണൽ കറൻസി എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സാമ്പിൾ 2 നോക്കിക്കോ. എക്സാമ്പിൾ 2 ഒരു UAE പ്രവർത്തിക്കുന്ന ഒരു ഓയിൽ എക്സ്പോർട്ട് കമ്പനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ ഒരു കമ്പനി ദുബായിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ദുബായിൽ നിന്നും ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇൻ്റർനാഷണലി ആണ് സെല് ചെയ്യുന്നത്. ഓക്കെ, സോ UAE കറൻസി എന്ന് പറയുന്നത് ദിർഹമാണ്. ഈ ദിർഹം തന്നെ ആയിരിക്കും അവരുടെ ഫങ്ഷണൽ കറൻസി എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓയിൽ ഈസ് പ്രൈസ് ഓൾവേസ് കോട്ടഡ് ഇൻ US ഡോളേഴ്സ്. അതായത് ഓയിലിൻ്റെ പ്രൈസ് ഇൻ്റർനാഷണലി സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും USDയിലാണ്. നമ്മൾ പറയുന്നത് ഒരു ബാരലിന് ഇത്ര ഡോളേഴ്സ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഓയിലിൻ്റെ പ്രൈസ് അവർ എന്താണ് US ഡോളേഴ്സിലാണ് കോട്ട് ചെയ്യാറ്. അപ്പോൾ അവരുടെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് US ഡോളർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കേസ് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന ദുബായിലാണെങ്കിൽ കൂടി അവരുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്ന ആ രാജ്യത്തെ കറൻസിയായി ദിർഹമല്ല, പകരം അവരവരുടെ ഓയിൽ പ്രൈസ് ചെയ്തിരിക്കുന്ന USDയിലാണ്. സോ USD ആണ് അവരുടെ ഫങ്ഷണൽ കറൻസി ആയി വരാനുള്ള ചാൻസ് കൂടുതൽ. സോ പ്രൈമറി ഫാക്ടറായിട്ട് നമ്മൾ ഒന്നാമതായിട്ട് നോക്കാനുള്ളത് ഏത് കറൻസിയിലാണോ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത്, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അതാണ് പ്രൈമറി ഫാക്ടറായിട്ട് ഒന്നാമത് നമ്മൾ നോക്കേണ്ടത്. ഇനി രണ്ടാമത് നോക്കേണ്ടത് ഏത് കറൻസിയിലാണോ എൻ്റെ ചിലവുകളൊക്കെ മൊത്തം ഞാൻ രണ്ടാമത് നോക്കേണ്ടത് ഏത് കറൻസിയിലാണോ ഞാൻ എൻ്റെ ചിലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നത്, എൻ്റെ കോസ്റ്റൊക്കെ ഇൻകർ ചെയ്യുന്നത് എനിക്ക് ഏത് കറൻസിയിലാണോ. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവ് അവർക്ക് വരാൻ പോകുന്ന കോസ്റ്റാണ് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റ് ഒക്കെ. സോ ഇവരുടെ ലേബറിനെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് ഡോളേഴ്സിലാണ്. നമ്മൾ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്. സോ അവിടുത്തെ ലൈക്ക് എംപ്ലോയീസ് നമ്മൾ പേ ചെയ്യുന്നത് ഡോളേഴ്സിലാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഡോളേഴ്സിലാണ് ആ മെറ്റീരിയൽസിന് വേണ്ടി പേ ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അമേരിക്കയിലായതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യുന്നത് അമേരിക്കൻ ഡോളേഴ്സിലാണ്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പെൻസസ് എനിക്ക് ഇൻകർ ചെയ്യുന്നത് ഏത് കറൻസിയാണോ അതാണ് രണ്ടാമത്തെ പ്രൈമറി ഫാക്ടറായി നമ്മൾ നോക്കാനുള്ളത്. സോ ഇൻ വിച്ച് കറൻസി ഡു ഐ പേ മോസ്റ്റ് ഓഫ് മൈ എക്സ്പെൻസസ് ടു റൺ ദ ബിസിനസ്. എൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഏത് കറൻസി വെച്ചിട്ടാണ്.
സോ ഒന്നാമത്തത് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഏത് കറൻസിയിലാണ്, രണ്ടാമത്തത് എനിക്ക് വരാൻ പോകുന്ന എക്സ്പെൻസസ് ഏത് കറൻസിയിലാണ്. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫങ്ഷണൽ കറൻസിനെ ഡിറ്റർമൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഡോളേഴ്സിലാണ്, ഞാൻ അതേപോലെ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്, എനിക്ക് വരാൻ പോകുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതും ഡോളേഴ്സിലാണെങ്കിൽ എൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് എന്താ, ഡോളർ തന്നെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇത് തമ്മിൽ ഒരു കോൺട്രാഡിക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അപ്പോൾ എൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻകർ ചെയ്യുന്നത് അമേരിക്കൻ ഡോളേഴ്സിലാണ്. പക്ഷേ ഞാനിത് വിൽക്കുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ പ്രൈസ് ചെയ്തിരിക്കുന്നത് പൗണ്ടിലാണ്. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ വരുന്നത് UK-ലായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്തിരിക്കുന്നത് പൗണ്ടിലാണ്. സോ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരുന്നുണ്ട്, രണ്ട് പ്രൈമറി ഫാക്ടേഴ്സ് തമ്മിൽ കോൺട്രാഡിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് പോകേണ്ടി വരും. സോ നമുക്ക് അടുത്ത സെക്കൻഡറി ഫാക്ടേഴ്സ് നോക്കാം. സോ പ്രൈമറി ഫാക്ടേഴ്സ് സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് കറൻസിയിലാണ് എൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഏത് കറൻസിയിലാണ് എനിക്ക് എൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻകർ ചെയ്യുന്നത്. സോ സെക്കൻഡറി ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യമായി നോക്കാനുള്ളത് ഫൈനാൻസിങ് കറൻസി എന്നുള്ളതാണ്. അതായത് ഏത് കറൻസിയിലാണോ ഞാൻ എൻ്റെ ഫൈനാൻസ് റേസ് ചെയ്യുന്നത്, അതിപ്പം ഷെയർ ആവാം അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതാവാം, അത് ഏത് കറൻസിയിലാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ദ കറൻസി യൂസ് ടു റേസ് ക്യാപിറ്റൽ ഓർ ടേക്ക് ലോൺ, അല്ലെങ്കിൽ ഡെപ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലെറ്റ്സ് സേ പറയുകയാണ് ബാങ്കിൽ നിന്നും, ഒരു അമേരിക്കൻ ബാങ്കിൽ നിന്നും കട എടുത്തു, സോ ഡോളേഴ്സിലാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ UK-ൽ പോയിട്ട് എന്ത് ചെയ്തു, ഷെയർ ഇഷ്യൂ ചെയ്തു, സോ പൗണ്ടിലാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്യുന്നത്. സോ ഏത് കറൻസിയിലാണ് ഞാൻ മെജോറിറ്റി ഓഫ് ദ ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫൈനാൻസിങ് കറൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രൈമറി ഫാക്ടേഴ്സ് നമുക്ക് ഇൻകൺക്ലൂസീവ് ആണ്, ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് വരും. ഈ സെക്കൻഡറി ഫാക്ടേഴ്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താ, ഈ കമ്പനി എങ്ങനെയാണ് അവരുടെ ഫൈനാൻസ് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കറൻസിയിലാണ് അവരുടെ ഫൈനാൻസ് റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമതായിട്ട് നോക്കാനുള്ളത്, ഇവർ ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ ക്യാഷ് ഏത് കറൻസിയിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇവർ ഓപ്പറേഷൻസിലൂടെ ഇവർ ക്യാഷ് ജനറേറ്റ് ചെയ്യുമല്ലോ, ഈ ക്യാഷ് ഇവർ ഏത് കറൻസിയിലാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡറി ഫാക്ടറായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ സെക്കൻഡറി ഫാക്ടേഴ്സായിട്ട് ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്, ഇവർ ഫൈനാൻസ് ചെയ്യുന്നത് ഏത് കറൻസിയിലാണ്, അതേപോലെ രണ്ടാമത് ഇവർ ഓപ്പറേറ്റിങ്ങിലൂടെ ഉണ്ടാക്കിയ ക്യാഷ് ഏത് കറൻസിയിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സായിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ പ്രൈമറി ഫാക്ടേഴ്സ് നോക്കി ഇൻകൺക്ലൂസീവ് ആണെങ്കിൽ സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് വരും, എന്നിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. ഈ കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ഇന്ന കറൻസിയാണ് നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കാൻ. ഇനി ഏറ്റവും ബുദ്ധിമുട്ട് വരിക, നമ്മുടെ കമ്പനിക്ക് ഒരു ഫോറിൻ കൺട്രിയിലും വേറെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വേറെ സബ്സിഡറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഉണ്ടെങ്കിൽ ആ സബ്സിഡറി അല്ലെങ്കിൽ ആ അസോസിയേറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ഏത് കറൻസിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രൈറ്റീരിയാസ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഒരു കമ്പനിക്ക് വേറൊരു രാജ്യത്ത് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനി ഇന്ത്യയിലാണ്, നമുക്ക് വേറെ ആഫ്രിക്കയിൽ എന്തുണ്ട്, ഒരു സബ്സിഡറി ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. സോ ഈ ആഫ്രിക്കയിൽ ഉള്ള സബ്സിഡറീൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ ഫാക്ടറായി നോക്കാനുള്ളത് ഈ ഒരു സബ്സിഡറി എത്രത്തോളം സെൽഫ് റിലയൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് പാരൻറ്റിൽ നിന്നും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ആ ഒരു സബ്സിഡറി തന്നെയാണ് അവരുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക, അത് ആർക്കാണ് വിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സബ്സിഡറി തന്നെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർ ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത് അവരുടെ ലോക്കൽ കറൻസി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഫങ്ഷണൽ കറൻസി ആയിട്ട് വരിക. ഓക്കെ, നമ്മുടെ കഥ പ്രകാരമാണെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്നത് ആഫ്രിക്കയിലാണെങ്കിൽ ആഫ്രിക്കത്തെ കറൻസി തന്നെയാണ് അവരുടെ ഫങ്ഷണൽ കറൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം എന്താ, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, പാരൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയല്ല. പാരൻറ്റ് എന്താണോ പറയുന്നത് അത് കേട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ സബ്സിഡറി ഉള്ളത്, അത് വേറെ തന്നെ ഒരു സെഗ്മെൻറ്റ് പോലെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടുത്തെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കറൻസി തന്നെയാണ്. അവർ ഏത് രാജ്യത്താണോ ആക്ട് ചെയ്യുന്നത് സോ ആ ലോക്കൽ കറൻസി തന്നെയാണ് അവരുടെ ഫങ്ഷണൽ കറൻസി ആയിട്ട് വരേണ്ടത്. അതൊന്നാമത്തെ കേസ്. ഇനി പറയാൻ പോകുന്ന കേസസ് ആണെങ്കിൽ പാരൻറ്റ് കമ്പനീൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണോ അത് തന്നെയായിരിക്കും സബ്സിഡറി കമ്പനീൻ്റെയും ഫങ്ഷണൽ കറൻസി എന്നുള്ളത്. അതിനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ പാരൻറ്റ് ഫോർ ഫണ്ടിങ്, അതായത് സബ്സിഡറി ഭയങ്കരമായിട്ട് പാരൻറ്റിനെ ഫണ്ടിങ്ങിന് വേണ്ടി ആശ്രയിക്കുന്ന സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ സബ്സിഡറി ചെയ്യുന്ന കച്ചവടം അല്ലെങ്കിൽ സബ്സിഡറി ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ബിസിനസ് ആരുമായിട്ടാണ്, പാരൻ്റ് ആയിട്ടാണ്. സോ നേരത്തെ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ആഫ്രിക്കയിലുള്ള ഈ കൺട്രി അവരുടെ മിക്ക കച്ചവടം ചെയ്യുന്ന ഇന്ത്യയിലുള്ള നമ്മളുമായിട്ട് തന്നെ അല്ലെങ്കിൽ പാരൻറ്റുമായിട്ട് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ജനറേറ്റ് ചെയ്യുന്ന ഈ ക്യാഷസ് മൊത്തം അവരുടെ പാരൻറ്റിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്, പാരൻറ്റിന് വേണ്ടി തിരിച്ചയക്കുന്നുണ്ട്. സോ ആഫ്രിക്കയിൽ ഉള്ള നമ്മളെ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ് മൊത്തം അവർ ലാഭം എന്ത് ചെയ്യുന്നുണ്ട്, പാരൻറ്റിന് തിരിച്ചയക്കുന്നുണ്ട്. അല്ലാണ്ട് എക്സ്പാൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഇവിടെ തന്നെ റിസർവായി സൂക്ഷിക്കുന്നില്ല, പകരം അവരെന്താ ചെയ്യുന്നത്, മൊത്തം പാരൻറ്റിന് തിരിച്ചയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ്, ഈ മൂന്ന് സിറ്റുവേഷൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നതാണെങ്കിൽ
ഫണ്ടിങ്ങിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന ബിസിനസ് മെജോറിറ്റിയും അവരുടെ പാരൻ്റ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ എന്താണ് അവർ ജനറേറ്റ് ചെയ്യുന്ന ഈ ക്യാഷ് മൊത്തം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനം ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചയക്കുന്നുണ്ട്, പാരൻറ്റിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർ പാരൻറ്റിന് ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പാരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണോ, ഇപ്പോൾ ഈ കേസിൽ പാരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണോ സെയിം തന്നെയായിരിക്കും നമ്മുടെ സബ്സിഡറിൻ്റെയും ഫങ്ഷണൽ കറൻസി എന്നുള്ളത്. ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇത് ക്ലിയർ അല്ല, പാരൻറ്റിൻ്റെയും അല്ലെങ്കിൽ സബ്സിഡറിൻ്റെയും ഫങ്ഷണൽ കറൻസി നോക്കുമ്പോൾ സബ്സിഡറിൻ്റെ ഫങ്ഷണൽ കറൻസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ആംബിഗ്യൂറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ മാനേജ്മെൻറ്റിന് ഫുൾ അനലൈസ് ചെയ്തിട്ട് അവരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും സബ്സിഡറിൻ്റെ ഫങ്ഷണൽ കറൻസി ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് വൺസ് ഫങ്ഷണൽ കറൻസി നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ നിർബന്ധമായിട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് എക്കണോമിക് എൻവയൺമെൻറ്റ്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന എക്കണോമിക് എൻവയൺമെൻറ്റിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് എന്തെങ്കിലും വന്നിട്ട് വേണം നമ്മൾ ഫങ്ഷണൽ കറൻസി ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫങ്ഷണൽ കറൻസി ഇഷ്ടംപോലെ ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുള്ള് തിയറി ആസ്പെക്റ്റ് ആയിരുന്നു. ഇനിയാണ് നമ്മൾ ന്യൂമറിക്കൽ ആസ്പെക്റ്റിലേക്ക് ഇതിൻ്റെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, അതേപോലെ ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ഇത് എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ, യൂഷ്വലി എക്സാമിന് എന്താണോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനീഷ്യൽ റെക്കഗ്നീഷൻ, ഇതിനെ ഇനീഷ്യലി എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇതിന് മുമ്പായി നമ്മൾ അറിയാനുള്ള കുറച്ച് ടേംസ് ആണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ തന്നെ ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റും എന്നുള്ളത്. സോ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇമാജിൻ ചെയ്യാം, ഇതാണ് നമ്മളെ ഇയറിൻ്റെ സ്റ്റാർട്ട്, 1st January നമ്മൾ ഇയറിൻ്റെ സ്റ്റാർട്ട്, 31st December ആണ് നമ്മൾ ഇയറിൻ്റെ എൻഡ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇയറിൻ്റെ മിഡ് ആയപ്പം കൃത്യം ഞാൻ എന്ത് ചെയ്തു, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പക്ഷേ ഇവിടെ വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഡോളേഴ്സിലാണ്. എൻ്റെ കറൻസി എന്ന് പറയുന്നത് റുപ്പീസാണ്, പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്തത് ഡോളേഴ്സാണ്. ഈ ഒരു അസറ്റിന് വേണ്ടി ഞാൻ കൊടുത്തത് ലെറ്റ്സ് സേ $1,000 ആണ്. ഓക്കെ, $1,000 ആണ് കൊടുത്തത്. സോ ആ കൊടുത്ത സമയത്ത് ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1st July 2015 ആണ്. സോ ആ ഡേറ്റിന് നമ്മുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് $1 18 ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക. ഇതിനാണ് നമ്മൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ സ്പോട്ടിലുള്ള റേറ്റ് എത്രയാണോ, എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അതാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. സോ ഇതാണ് നമ്മൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്, $1 = 18 rupees എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട്സിൽ കാണിക്കുക, ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ഞാൻ സ്പോട്ടിൽ കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 × 18 which is 18,000 rupees വാല്യൂ ഉള്ള അസറ്റ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഡേറ്റിന് ഞാൻ കാണിച്ചിട്ടുണ്ടാവുക. അതാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. സോ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ആ സ്പോട്ടിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കറൻസിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ ഇവിടെ ചെയ്തതുപോലെ. ഇനി ഇയർ എൻഡ് ആവുന്ന സമയത്തുള്ള റേറ്റ് ആണ് ഇയർ എൻഡ്. സോ ഈ കഥയിൽ ഞാൻ പറയുകയാണ് 31st December ആയിരുന്നു എൻ്റെ ഇയർ എൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റിലുള്ള റേറ്റിനാണ് നമ്മൾ ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം, ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. സോ ചില അസറ്റ്സ് ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതിന് നിങ്ങൾ എന്താണ് മോണിറ്ററി അസറ്റ്, എന്താണ് നോൺ മോണിറ്ററി അസറ്റ് എന്നൊക്കെ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരിക. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്, ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. സോ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അതാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇയർ എൻഡിൻ്റെ ടൈമിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അതാണ് ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മോണിറ്ററി ഐറ്റംസും നോൺ മോണിറ്ററി ഐറ്റംസും ആണ്. സോ മോണിറ്ററി ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷിൽ സെറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്ററി ഐറ്റംസും, അതേപോലെ ക്യാഷ് അല്ലാതെ സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നോൺ മോണിറ്ററി ഐറ്റംസ് ആണ് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ്, റിസീവബിൾസ്, പേയബിൾസ്, ലോൺസ്, ഇതൊക്കെ നമ്മൾ ക്യാഷിലായിരിക്കും. അതിവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് റിസീവബിൾസ്, നിങ്ങൾ ഒരാൾക്ക് $500 കൊടുക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യില്ല, $500 തന്നെയായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഇതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഡിറ്റർമൈനബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് മോണിറ്ററി ഐറ്റംസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്യാഷിലായിരിക്കണം സെറ്റിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫിക്സ്ഡും ആയിരിക്കും. ഓക്കെ, ഇനി നോൺ മോണിറ്ററി ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിലായിരിക്കണം എന്നില്ല സെറ്റിൽ ചെയ്യുന്നത്, അതേപോലെ ഇതിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊടുക്കും, ഫിക്സ്ഡ് ആയിരിക്കില്ല, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് ഇൻവെൻട്രി, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എങ്ങനെയാണ് ഫിക്സ്ഡ് അല്ലേ എന്നുള്ള തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ഒരു സെപ്പറേറ്റ് സ്ലൈഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസിന് ഒരു നോൺ മോണിറ്ററി അസറ്റായി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഈ ഐറ്റംസിനെ മോണിറ്ററി ആയിട്ടും നോൺ മോണിറ്ററി ആയിട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ്
ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ബേസിലാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് വരുന്നത്. ഒരു മോണിറ്ററി ഐറ്റം ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട രീതി വേറെയും നോൺ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ അക്കൗണ്ട് ചെയ്യേണ്ട രീതി വേറെയാണ്. സോ ആ ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ്ലി സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് മോണിറ്ററി ഐറ്റംസിൻ്റെ കേസാണ്. സോ എല്ലാ മോണിറ്ററി ഐറ്റവും നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് അതിൻ്റെ ക്ലോസിംഗ് റേറ്റിലേക്ക് റീമെഷർ ചെയ്യണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ വരുന്ന ഡിഫറൻസ് നമ്മൾ P&L അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് മോണിറ്ററി ഐറ്റംസിൻ്റെ കേസിൽ പറയാനുള്ളത്. മോണിറ്ററി ഐറ്റംസ് നിർബന്ധമായിട്ടും അത് നമ്മൾ ചെയ്യണം. ഇനി നോൺ മോണിറ്ററി ഐറ്റംസ് ആണെങ്കിലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. നോൺ മോണിറ്ററി ഐറ്റംസ് നമ്മൾ കോസ്റ്റിൽ ഡീൽ ചെയ്യുന്നതാണെങ്കിൽ, കോസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇയർ എൻഡിൽ പോയിട്ട് ക്ലോസിംഗ് റേറ്റിലേക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ല. അതേസമയം ഇത് ഫെയർ വാല്യൂവിൽ ഡീൽ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ PPE എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ റീവാലുവേഷൻ മെത്തേഡും ഉണ്ട്. സോ അതാണ് ഉദ്ദേശിച്ചത്. സോ റീവാലുവേഷൻ മെത്തേഡിലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇയർ എൻഡിൻ്റെ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ വരുന്ന ഗെയിന് സെപ്പറേറ്റ്ലി അഡ്ജസ്റ്റും ചെയ്യണം, അല്ലെങ്കിൽ ലോസ് ആണെങ്കിലും അത് സെപ്പറേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഈ ഒരു ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഫുൾ പിക്ചർ കിട്ടുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കറൻസി ട്രാൻസ്ലേഷനാണ്. സോ ഈ കറൻസി എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പ്യുവർ ലോജിക് വൈസ് ഞാൻ പറഞ്ഞുതരാം. പ്യുവർ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ളത് $1 ആണ്. $1 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.2 പൗണ്ടാണ് $1 വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെ $1000 എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡോളറിനെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര പൗണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് $1 എന്ന് പറയുമ്പോൾ 1.2 പൗണ്ടാണ്. സോ $1 എന്ന് പറയുമ്പോൾ 1.2 പൗണ്ടാണെങ്കിൽ ഞാൻ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൗണ്ടിൻ്റെ എണ്ണം, പൗണ്ടിൻ്റെ കൗണ്ട് കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക? സോ $1 എന്ന് പറയുമ്പം 1.2 പൗണ്ടാണ്. സോ $1 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ $1000 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 1200 പൗണ്ട് വേണം അല്ലേ? ചിന്തിച്ച് നോക്ക്. സോ പൗണ്ടിൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്. സോ എനിക്ക് എണ്ണം കൂട്ടണം. അപ്പം 1000 ഇൻറ്റു 1.2 ചെയ്താലാണോ കൗണ്ട് കൂടുക, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1.2 ചെയ്താലാണോ കൗണ്ട് കൂടുക? സോ നമുക്ക് രണ്ട് ഓപ്ഷനാണല്ലോ, ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. സോ അതിൽ ഏതാണ് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുക പ്യുവർ ലോജിക്കാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? $1000 എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഏതാ ചെയ്യേണ്ടത്? എനിക്ക് എണ്ണം കൂടണം, പൗണ്ടിൻ്റെ എണ്ണം കൂടണം. കാരണം നോക്കിയാൽ $1 എന്ന് പറയുമ്പം 1.2 പൗണ്ടാണ്. സോ പൗണ്ടിൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്. പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ കറൻസീൻ്റെ കൗണ്ട് കൂടുകയാണ് വേണ്ടത്. സോ ഞാൻ എന്താ ചെയ്യുക? ഇൻറ്റു 1.2 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 1200 പൗണ്ട് കിട്ടും. സോ 1200 പൗണ്ടാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഈ കേസിൽ കൺവേർട്ട് ചെയ്തപ്പോൾ. ഇനി ഇതേപോലെ നമുക്ക് വേറെ സിറ്റുവേഷൻ നോക്കാം. എൻ്റെ കയ്യിൽ 105 രൂപയാണ്, 105 INR ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. ഒരു പൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 105 റുപ്പീസാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 55,000 റുപ്പീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ 55,000 റുപ്പീസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പൗണ്ടാണ് വരിക എന്നുള്ളത് എനിക്ക് ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാണ് ചെയ്യേണ്ടത് ചിന്തിക്കാം. സോ 55,000 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ അതേ ലോജിക്ക് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ 105 രൂപയാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. സോ 105 രൂപയാണ് ഒരു പൗണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ 55,000 റുപ്പീസ് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൗണ്ടിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുക, പൗണ്ടിൻ്റെ എണ്ണം കുറയാണ് ചെയ്യുക. കമ്പയറിംഗ് ടു റുപ്പീസ് പൗണ്ടിൻ്റെ എണ്ണം കുറയാണ് ചെയ്യുക. കാരണം ഒരു പൗണ്ടിന് പകരം 105 രൂപ ഉണ്ട്. സോ അത് പൗണ്ടിലേക്ക് മാറ്റുമ്പം ഒന്നായി ചുരുങ്ങണം. ഓരോ 105 രൂപയും ഒരു പൗണ്ടായി ചുരുങ്ങണം. സോ പൗണ്ടിൻ്റെ കൗണ്ട് കുറയാണ് വേണ്ടത്. ഓക്കെ, അപ്പം എനിക്ക് ഈ 55,000 എന്ന് പറയുന്ന ഫിഗറിനെ കുറക്കാൻ വേണ്ടി എന്താ ചെയ്യുക? 105 വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക, 105 വെച്ച് ഡിവൈഡ് ആണ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്യണം. സോ 105 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഫിഗർ കിട്ടാൻ നമുക്ക് നോക്കാം. 55,000 ഡിവൈഡഡ് ബൈ 105 ചെയ്തിട്ടുണ്ടെങ്കിൽ 524 റൗണ്ട് ഓഫ് ചെയ്തിട്ട് 524 പൗണ്ട്സ് കിട്ടി. ഈ ഫിഗറിലേക്കാണ് മാറുന്നത്. സോ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം എനിക്ക് ഈ ഫിഗറാണ് കിട്ടിയത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത് മനസ്സിലായില്ലേ? അപ്പം ഇവിടെ കൂടുമ്പം കുറയുമ്പം ഇന്നത് ചെയ്യണം എന്നൊന്നും എന്താ പറയുക ബ്ലൈൻഡ്ലി പഠിച്ചു വെക്കേണ്ട. നമ്മൾ റാദർ ദാൻ ദാറ്റ് നമ്മളിവിടെ ഒരു ട്രിക്കാണ് അപ്ലൈ ചെയ്തത്, ലോജിക്കാണ് അപ്ലൈ ചെയ്തത്. എന്താ നമ്മൾ നോക്കിയത്? പൗണ്ടിൻ്റെ എണ്ണം കൂടാണ് വേണ്ടത് കുറയാണോ വേണ്ടത്? സിറ്റുവേഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പൗണ്ടാണ്. ഒരു പൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9 യൂറോസ് ആണ്. 0.9 യൂറോസ് ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ 300 പൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്കിത് എന്ത് ചെയ്യണം? യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യണം.
ഓക്കെ, എനിക്കിത് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, വെറും 0.9 യൂറോ ആണ്, 0.9 യൂറോ ആണ്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 0.9 യൂറോ ആണ്. സോ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോൻ്റെ എണ്ണം കൂടുകയാണ്. പൗണ്ടിൽ നിന്ന് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോൻ്റെ എണ്ണം കൂടുകയാണോ വേണ്ടത് കുറയാണോ വേണ്ടത് എന്ന് വേണം ചിന്തിക്കാൻ. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറയാണ് വേണ്ടത്. കാരണം ഒരു പൗണ്ടിനെക്കാട്ടിലും എന്താണ് കൗണ്ട് കുറവാണ് ഒരു യൂറോ എന്ന് പറയുന്നത്. സോ പൗണ്ടിന് നമ്മൾ 300 പൗണ്ടിനെ യൂറോയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൗണ്ട് കുറയാണ് വേണ്ടത്. സോ എനിക്ക് കുറക്കണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ 300നെ എനിക്ക് ഇനിയും കുറക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്. നിങ്ങൾ ഡിവൈഡും ചെയ്ത് നോക്കാം, മൾട്ടിപ്ലൈയും ചെയ്ത് നോക്കാം. സോ ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ബൈ 0.9 ചെയ്യണമെങ്കിൽ എനിക്ക് കിട്ടുന്നത്, ആദ്യം ഡിവൈഡ് ചെയ്തപ്പോൾ 300 ഡിവൈഡഡ് ബൈ 0.9 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 333 എന്ന് പറയുന്ന ഫിഗറാണ്. ഇതേസമയം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കാം. ഇൻറ്റു 0.9 ചെയ്തിട്ടുണ്ടെങ്കിൽ 270 ആയിരിക്കും കിട്ടുന്നത്. സോ എനിക്ക് എന്തായിരുന്നു വേണ്ടത്, കൗണ്ട് കുറയ്ക്കുകയായിരുന്നു വേണ്ടത്. പ്യുവർ ലോജിക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു $1 വാല്യൂ ഉള്ള പൗണ്ടിനെ നമ്മൾ യൂറോയിലേക്ക് മാറ്റുമ്പോൾ യൂറോക്ക് അതിനെക്കാട്ടും ഫിഗർ കുറവാണ്, കൗണ്ട് കുറവാണ്. സോ ഇത് കുറയാണ്, 300 കുറയാണ് വേണ്ടത്. സോ കുറഞ്ഞിട്ട് ഇതാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. സോ ഇവിടെ എന്തായിരുന്നു ഞാൻ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ആയിരുന്നു ചെയ്യേണ്ടത് റാദർ ദാൻ ഡിവിഷൻ അല്ല ഇവിടെ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് മൂന്നും കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ 2 തവണ പൗണ്ടും കൺവേർട്ട് ചെയ്തു, 1 തവണ യൂറോയും കൺവേർട്ട് ചെയ്തു. ഇതിൻ്റെ ലോജിക്ക് എന്താ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കൗണ്ട് കൂടുകയാണോ വേണ്ടത് കുറയാണോ വേണ്ടതെന്ന് ചിന്തിക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ ഡിസൈഡ് ചെയ്യുക. ഈ ബേസിസിൽ വേണം നമ്മൾ ഓരോ കറൻസീസും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനോടുകൂടി ഏതൊക്കെ രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നെറ്റ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 3 രീതിയിലാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് വരിക. ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഒന്നാമത്തത്. രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ്. മൂന്നാമത്തത് ഇത് ചോദിച്ചതുപോലെ എന്താ, നെറ്റ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ളത്. സോ ഇതെന്താണെന്ന് ഓരോന്നും പറഞ്ഞുതരാം. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ടുവേർഡ്സ് ദി എൻഡ് ആയിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, വാട്ട് വിൽ ബി ദ നെറ്റ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പി കമ്പനി അറ്റ് 31st March 2011. സോ ഈ ഒരു ഡേറ്റിന് ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ പോകുന്ന നെറ്റ് ഗെയിൻ ഓർ ലോസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പി ബൈസ് ഗുഡ്സ് അറ്റ് പ്രൈസ്ഡ് എത്രയാ, 4 lakh euros ആണ് ഒരു പർച്ചേസ്. 4 lakh euros വാല്യൂ ഉള്ള ഗുഡ്സ് ഇവർ പർച്ചേസ് ചെയ്തു, ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടൈം ലൈൻ വരക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് സ്ക്രീനിൽ ഒരു ടൈം ലൈൻ വരയ്ക്കാം. സോ ഇതിൽ നമുക്ക് ഇയറിൻ്റെ എൻഡ് തന്നിട്ടുണ്ട്. സോ ഇയറിൻ്റെ എൻഡ് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്യാം, 31st March 2011. സോ ഇയറിൻ്റെ സ്റ്റാർട്ട് വരുന്നത് 1st April 2010. ഓക്കെ, സോ ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ ഇയറിന് എൻഡ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ബൈസ് ഗുഡ്സ് നമ്മൾ വാങ്ങിയത് എപ്പോഴാണ്, ഫെബിനാണ് നമ്മൾ വാങ്ങിയത്. സോ ഇയർ എൻഡിന് 2 മാസം മുൻപ്. സോ ഈ ഒരു ഡേറ്റിനായിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക, 1st Feb 2011. ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പേയ്മെൻറ്റ് ഈസ് ഡ്യൂ ഇൻ 2 equal ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ഫിഗർ എത്രയാണ്, 4 lakhനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 4 lakh euros തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 equal ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട്. സോ 2 equal ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് സെറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവരുടെ പെർസ്പെക്റ്റീവിൽ എത്രയാണ്, 2 lakh euros ഒരു തവണ തരും, ഇതേപോലെ 2 lakh euros വീണ്ടും തരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും സെറ്റിൽ ചെയ്യാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി പേയ്മെൻറ്റ്സ് ഈസ് ഡ്യൂ നമ്മൾ പറഞ്ഞു, അതും പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്ന ഡേറ്റ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. 1st March 2011 അതേപോലെ 1st April 2011. സോ നമ്മൾ ടൈം ലൈനിൽ ആ ഡേറ്റ്സ് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഈ ഒരു ഡേറ്റിന്, അതായത് ഇയറിൻ്റെ എൻഡ് ആകുന്നതിന് 1 മാസം മുൻപ് നമ്മൾ ഒരു പേയ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇതേപോലെ അടുത്ത പേയ്മെൻറ്റ് ഇയർ എൻഡിന് ശേഷം 1st ഏപ്രിലാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. സോ ഇയർ എൻഡിന് ശേഷം. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇയർ എൻഡ് ഈ ഡേറ്റിന് നോക്കുന്ന സമയത്ത് ഇവരുടെ FSൽ എത്രയാണ് നെറ്റ് എക്സ്ചേഞ്ച് ഗെയിൻ അല്ലെങ്കിൽ ലോസ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം.
ഇതിൽ ഓരോ റെലവൻറ്റ് ഡേറ്റ്സിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് ഇവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, എക്സ്ചേഞ്ച് റേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ പൈസ കൊടുക്കാണ്ടല്ലോ. സോ നമ്മൾ പേയബിൾസ് ആയിട്ട് എത്രയാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. സോ നമ്മൾ പർച്ചേസ് ചെയ്ത ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh euros ആണ്. ആ 4 lakh euros കൺവേർട്ട് ചെയ്യുന്നത് ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ അതേ ലോജിക്ക് ഇവിടെ ഇവർ പറയുന്നത് 1.62 യൂറോ ആണ് $1 എന്ന് പറയുന്നത്. 1.62 യൂറോ ആണ് $1 എന്ന് പറയുന്നത്. സോ ഞാൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഗർ, അതായത് ഇതിൻ്റെ ഫിഗർ കുറയാണ് ചെയ്യേണ്ടത്, കൂടുകയാണ് ചെയ്യേണ്ടത്. 1.62 എന്ന് പറയുന്ന ഫിഗർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന $1 ആണ്. സോ കുറയാണ് വേണ്ടത്. സോ ഇതിനെ കുറക്കണം, 4 lakh എന്ന് പറയുന്ന ഫിഗറിനെ കുറക്കണമെങ്കിൽ 1.60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ? ചിന്തിച്ചിട്ട് പറ. 1.62 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ 1.62 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഫിഗർ കിട്ടുന്നത് നമുക്ക് നോക്കാം. 4 lakh ഡിവൈഡഡ് ബൈ 1.62 എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്നത് 24691 റൗണ്ട് ഓഫ് ചെയ്തിട്ട് 4. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിഗർ. സോ ഈ ഡേറ്റിന്, അതായത് ഈ 1st Feb 2011 എന്ന് പറയുന്ന ഈ ഡേറ്റിന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും ഇത്രയും ഫിഗർ ഞാൻ പേയബിൾസ് ആയിട്ട് കൊടുക്കാനുണ്ട് എന്നായിരിക്കും. ഓക്കെ, സോ ഇതിൽ ഈ ഒരു ഫിഗർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? 1st March സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഫിഗർ ഞാൻ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എൻ്റെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഡോളേഴ്സിൽ നോക്കുന്ന സമയത്ത് ഞാൻ എത്രയാണ് സെറ്റിൽ ചെയ്യാനുണ്ടാവുക? ഇതിൻ്റെ നേരെ പകുതി, ഇതിൻ്റെ പകുതിയായിട്ട് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. സോ ഇതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പം 24691 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും 1 2 3 4 5 7 എന്ന് പറയുന്ന ഫിഗർ, ഇത്രയും ഡോളേഴ്സ് കൊടുത്തിട്ട് വേണം ഞാൻ സെറ്റിൽ ചെയ്യാൻ എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ റിയലി കൊടുക്കേണ്ട വന്ന ഫിഗർ, അതായത് റിയലി ഞാൻ കൊടുക്കേണ്ട വന്ന ഫിഗർ ഇത് വെച്ച് കൺവേർട്ട് ചെയ്ത് എനിക്ക് കിട്ടും. നമുക്ക് നോക്കാം. സോ ഞാൻ യഥാർത്ഥത്തിൽ പേ ഓഫ് ചെയ്യേണ്ടി വന്ന ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh euros ഡിവൈഡഡ് ബൈ 1.61 എന്ന് പറയുന്ന ഫിഗർ എത്രയാണ് നോക്കാം. 2 lakh ഡിവൈഡഡ് ബൈ 1.61 എന്ന് പറയുമ്പോൾ 1 2 4 2 2 4 എന്ന് പറയുന്ന ഈ ഫിഗറാണ് കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ എഴുതാം നമുക്ക് 1 2 4 2 2 4. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ സെറ്റിൽ ചെയ്യേണ്ട വരുന്ന ഫിഗർ എന്ന് പറയുന്നത് 1 2 3 4 5 7 എന്നാണ്. ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ റിയലി അതിൽ കൂടുതൽ കൊടുക്കേണ്ട വന്നു. ഞാൻ എത്ര കൂടുതൽ കൊടുക്കേണ്ട വന്നു നമുക്ക് നോക്കാം. 1 2 4 2 2 4 എന്ന് പറയുന്ന ഫിഗർ ഞാൻ യഥാർത്ഥത്തിൽ എക്സ്ട്രാ കൊടുക്കേണ്ട വന്ന ഫിഗർ എന്ന് പറയുന്നത് 767 എന്ന് പറയുന്ന ഫിഗറാണ്. ഞാൻ ശരിക്കും കൊടുക്കാൻ എക്സ്പെക്റ്റ് ചെയ്ത ഫിഗർ ഇതും, പക്ഷേ ഞാൻ കൊടുക്കേണ്ട വന്ന ഫിഗർ എത്രയാണ്? ഇത്രയും ഫിഗർ ഞാൻ കൊടുക്കേണ്ട വന്നു. സോ ഞാൻ ഇത്ര എക്സ്ട്രാ കൊടുത്തു. 767 എന്ന് പറയുന്ന ഫിഗർ ഞാൻ കൊടുത്തു. ഇതെനിക്ക് എക്സ്ചേഞ്ച് ലോസ് ആണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് വന്നിരിക്കുന്നത് എക്സ്ചേഞ്ച് ലോസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളോട് ചോദിച്ചിരുന്നത് നെറ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പം അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ 4 ലക്ഷത്തിന് കട എടുത്തു, 4 ലക്ഷത്തിൻ്റെ സാധനം വാങ്ങി. ഇതിൽ പകുതി, ഏകദേശം 2 ലക്ഷത്തിൻ്റെ സാധനം നമ്മൾ ഇവിടുന്ന് സെറ്റിൽ ചെയ്ത സമയത്ത് എനിക്ക് വന്ന നഷ്ടമാണിത്. ഇനി അടുത്ത ഞാൻ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ഇയർ എൻഡിന് ശേഷമാണ്. സോ ഇയർ എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എത്ര കൊടുക്കാനുണ്ട്? 2 lakh ഞാൻ കൊടുക്കാൻ, 2 lakh euros ഞാൻ സെറ്റിൽ ചെയ്യാനുണ്ട്. സോ ഈ സെറ്റിൽ ചെയ്യാനുള്ള ഈ 2 lakh euros ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇയർ എൻഡിൻ്റെ ക്ലോസിംഗ് റേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ ഗെയിൻ ഞാൻ കണ്ടെത്തണം. സോ ആ ക്ലോസിംഗ് റേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പം എത്രയാണ്, ആ ക്ലോസിംഗ് റേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയം എത്രയാണ് ഡിഫറൻസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ 2 lakh euros ഡിവൈഡഡ് ബൈ പുതിയ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? നമ്മൾ ഇയർ എൻഡിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 1.65 ആണ്. സോ 2 lakh ഡിവൈഡഡ് ബൈ 1.65 എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 1.65 121212. ഓക്കെ, ഫാൻസി ഫിഗറാണ്. 121212 എന്ന് പറയുന്ന ഫിഗറാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് എത്രയാണ് ഞാൻ കൊടുക്കേണ്ട വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഫിഗർ ഇത് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ഓക്കെ 1 2 3 4 5 7 എന്ന് പറയുന്ന ഫിഗർ കൊടുക്കേണ്ട വരും എന്ന് വിചാരിച്ചത് എനിക്ക് ആകെ എത്ര സെറ്റിൽ ചെയ്താൽ മതി? 1 2 1
1212 എന്ന് പറയുന്ന ഫിഗർ സെറ്റ് ചെയ്താൽ മതി. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത് നമുക്ക് നോക്കാം. 1 2 3 7 -1 2 1 2 1 എന്ന് പറയുമ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 2245 ആണ്. 2245 എനിക്ക് അതായത് ഇത്രയും എമൗണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിടത്ത് ഇനി ഇത്രയും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എനിക്ക് ഗെയിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൻ്റെ ഗെയിൻ എത്രയാണ്? 2245 എന്ന് പറയുന്നത് $2245 എന്ന് പറയുന്ന ഗെയിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എനിക്ക് വന്ന ഗെയിന്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എനിക്കിവിടെ ലോസും വന്നിട്ടുണ്ടായിരുന്നു. സോ നെറ്റ് ഫിഗറാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എനിക്ക് 2245 എന്ന് പറയുന്ന ഫിഗർ ഇയറിൻ്റെ ലാഭം കിട്ടി. ഇതേപോലെ ലോസ് ആയിട്ട് 767 എന്ന് പറയുന്ന ലോസും വന്നു. സോ നെറ്റ് ഫിഗർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയി നെറ്റ് ഫിഗറാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. 2245 മൈനസ് 767 എന്ന് പറയുമ്പം ഫിഗർ വരേണ്ടത് 1478. നമുക്കിത് ഗെയിനാണ്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ഫിഗറും ഇതൊരു നെഗറ്റീവ് ഫിഗറാണ്. ഇത് തമ്മിലുള്ള നെറ്റ് ഫിഗർ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ഓരോ ടൈമിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. ഇതിൽ തന്നെ കഥ പ്രകാരം പറയുന്നതാണെങ്കിൽ നമുക്ക് 4 lakh ഉണ്ടായിരുന്നു പേയ്മെൻറ്റ്. ഈ 4 lakh കൊടുക്കാനുള്ളത് ആദ്യത്തെ 2 lakh നമ്മൾ കൊടുത്തത് ഇയർ എൻഡിന് മുൻപായിരുന്നു. അപ്പോൾ ആ കൊടുത്ത സമയത്ത് സെറ്റിൽ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്തു. ആ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എക്സ്ചേഞ്ച് ലോസ് വന്നത് 767 എന്ന് പറയുന്ന ഫിഗർ എക്സ്ചേഞ്ച് ലോസ് വന്നു. ഇയർ എൻഡിൻ്റെ സമയത്ത് ഞാൻ ബാക്കി പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. സോ കൊടുക്കാത്ത ആ ഫിഗറിനെ നമ്മൾ ഒരു മോണിറ്ററി അസറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. എക്സ്ചേഞ്ച് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം വന്ന ഡിഫറൻസ് എത്രയാണ്? ഇവിടെ വന്ന് 2245 എന്ന് പറയും 2245 എന്ന് പറയുന്ന ഫിഗർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് ഞാൻ ഗെയിൻ ആയിട്ട് എടുത്തു. സോ ഇത് തമ്മിലുള്ള നെറ്റ് ഫിഗറാണ് എന്നോട് ആൻസറായി ചോദിച്ചത്, നെറ്റ് ഫിഗർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളോട് ചോദിക്കാൻ 3 രീതിയിലാണ്. നെറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ചോദിച്ചുകൊണ്ടാണ് ഈ ഫിഗർ. ഇതേ സമയം വെറും എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ ഞാൻ ആൻസർ ആയിട്ട് തരുന്നത്. ലോസ് ആയിട്ട് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു വരേണ്ടത്. ഇനി ഇതല്ലാതെ ട്രാൻസ്ലേഷൻ ഗെയിൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു വരേണ്ടത്. നെറ്റ് ചോദിച്ചുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫിഗറായ ഇത് വന്നത്. ഓക്കെ, സോ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്, അതാകുമ്പം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ആ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് വന്ന ലാഭവും നഷ്ടവും നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന ഗെയിൻ ഓർ ലോസ് കാണിക്കണം. ഇനി നെറ്റ് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആൻസർ എഴുതാൻ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ അഡ്വാൻസ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഏരിയയാണ് നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ടൈം ലൈൻ എസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ കേസിൽ ലെറ്റ്സ് സേ 1st January 2011, നമ്മൾ ഇയർ എൻഡ് വരുന്നത് 31st December 2011. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് പ്രീ പേയ്മെൻറ്റ് തന്നു. ഓക്കെ, നമുക്ക് കസ്റ്റമർ തന്നിട്ട് ലൈക്ക് ഇത്രയും അസറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തന്നു. ലെറ്റ്സ് സേ 1st April 2011 നമുക്ക് പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ, സോ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ലെറ്റ്സ് സേ ഇവിടുത്തെ കഥ പ്രകാരമാണെങ്കിൽ നമ്മൾ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. ലെറ്റ്സ് സേ 18 rupees per dollar എന്നായിരുന്നു ആ ടൈമിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിങ്ങനെ പോയി അവസാനം നമ്മൾ ഇത് ഡെലിവറി ചെയ്തിട്ട് ഈ ഒരു അസറ്റ് ഡെലിവറി ചെയ്യണമല്ലോ. ഈ അസറ്റ് നമ്മൾ ഡെലിവറി, ഈ ഒരു ഇൻവെൻറ്ററി നമ്മൾ ഡെലിവറി ചെയ്തതെന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ 13th September 2011 നമ്മൾ സെറ്റിൽ ചെയ്തത്. സോ നമ്മൾ ഈ സെറ്റിൽ ചെയ്യുന്ന സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് $19 per dollar ആയിരുന്നു. സോ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു $10 ഡിഫറൻസ്, $10 ഡിഫറൻസ് ഉണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു രീതിയിലും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇനീഷ്യലി ആ ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്ത സമയത്ത്, ഇനി ഇതേ കഥ മാറിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ഇത് നമ്മൾ റിസീവ് ചെയ്യാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്, നമ്മൾ സപ്ലയർ ആണ്. ഇനി ഇത് മാറിയിട്ട് നമ്മൾ സപ്ലയർ അല്ല, നമ്മൾ കസ്റ്റമറായിട്ട് നമ്മൾ പേ ചെയ്തതാണെങ്കിൽ കൂടി ഈ 2 സിറ്റുവേഷനും, അതായത് അഡ്വാൻസ് റിസീപ്റ്റും അഡ്വാൻസ് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ഇനീഷ്യലി റിസീവ് ചെയ്ത സമയത്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തത് അതേ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, സെറ്റിൽ ചെയ്യുന്ന സമയത്തും കാണിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ദ റിലേറ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ആർ ഡെലിവേർഡ്, നോ റീട്രാൻസ്ലേഷൻ ഈസ് ഡൺ, യൂസ് ദ ഒറിജിനൽ റേറ്റ്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച റേറ്റ് എത്രയാണോ അത് തന്നെ വേണം യൂസ് ചെയ്യാൻ. അതല്ലാതെ ലൈക്ക് നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പുതിയ റേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. അതിനുള്ളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, അത് നിങ്ങൾ സെൽഫായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. സോ ഈ പഠിച്ച കൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ,
സോ സ്ക്രീൻ കാണുന്നത് പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻ്റ് ആണ് വായിക്കേണ്ടത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ സെനേറിയോ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് റിക്വയർമെൻ്റ് ആണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ ക്ലാസിഫൈഡ് ആസ് എ മോണിറ്ററി ഐറ്റം ഇൻ അക്കോർഡൻസ് വിത്ത് IAS 21? സോ IAS 21 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം താഴെ പറഞ്ഞിരിക്കുന്ന ഏത് ഐറ്റമാണ് മോണിറ്ററി ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? സോ മോണിറ്ററി ഐറ്റം എന്ന് ഞാൻ മുൻപ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോണിറ്ററി ഐറ്റം മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് വിൽ ബി സെറ്റിൽഡ് ഇൻ ക്യാഷ്. ക്യാഷിലാണ് നമ്മൾ ഭാവിയിൽ അത് സെറ്റിൽ ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ മോണിറ്ററി ഐറ്റംസ് എന്ന് ഷോർട്ട് കട്ടായിട്ട് പഠിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോ ഓപ്ഷനും. എ ഫോറിൻ കറൻസി ഡെപ്റ്റ് ദാറ്റ് ഈസ് ടു ബി സെറ്റിൽഡ് വിത്ത് ദ ഡെലിവറി ഓഫ് എൻ ഐറ്റം ഓഫ് മെഷീനറി. നമ്മൾ മെഷീനറിയാണ് ഭാവിയിൽ അത് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഒരു കട ഉണ്ട് നമുക്ക്, ആ കട നമ്മൾ ആ ഡെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് വീട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു മെഷീനറി കൊടുത്തിട്ടാണ്. സോ അവിടെ ക്യാഷ് ഇൻവോൾവ് ആണോ? അല്ല. സോ ഇത് ആൻസർ ആയിരിക്കില്ല, ഓപ്ഷൻ എ ആൻസർ ആയിരിക്കില്ല. കാരണം എന്താ? ക്യാഷ് ഇൻവോൾവ് അല്ല. ഇനി രണ്ടാമത്തത്, ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് പേയബിൾ. അതായത് ഫോറിനിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ഒരു പേയബിൾ ഉണ്ട്, അത് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഫോറിൻ കറൻസി. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ പൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡോളറിൽ അത് സെറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ക്യാഷ് ഇൻവോൾവ് ആണോ? യെസ്, ക്യാഷ് ഇൻവോൾവ് ആണ്. കറൻസി മാറുന്നുണ്ട്, പക്ഷേ അവിടെ ക്യാഷ് ഇൻവോൾവ് ആണ്. സോ ക്യാഷ് ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് മോണിറ്ററി ഐറ്റം ആണ്. ഭാവിയിൽ അടക്കേണ്ട പേയബിൾസ് അവിടെ ക്യാഷ് ഇൻവോൾവ് ആണ്. സോ ഓപ്ഷൻ ബി ആൻസർ ആണ്. പക്ഷേ നമുക്ക് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. എ ഡിവിഡൻഡ് ഡ്യൂ ഫ്രം എ ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. എ ഡിവിഡൻഡ് ഡ്യൂ ഫ്രം എ ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ ഡിവിഡൻഡ് യൂഷ്വലി എങ്ങനെ നമുക്ക് കിട്ടുക? ക്യാഷ് ആയിട്ടാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, ക്യാഷ് ആയിട്ടാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുക. സോ ഭാവിയിൽ നമുക്കൊരു ക്യാഷ് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷിലാണ് സെറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു മോണിറ്ററി ഐറ്റം ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി മോണിറ്ററി ഐറ്റം ആണ്. നമുക്ക് അതും ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ബിയും സിയും ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ഡി നോക്കാം. ഡി എന്തുകൊണ്ട് ആൻസർ അല്ല നോക്കാം. ഇൻവെൻട്രി ഡ്യൂ ടു ബി എക്സ്പോർട്ടഡ് ഇൻ ദ ഫോളോയിങ് പീരീഡ്. സോ ഒരിക്കലും എന്തല്ല, കാരണം അത് ക്യാഷിലല്ല നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ഇൻവെൻട്രി ഭാവിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് മോണിറ്ററി ഐറ്റം അല്ല. സോ ഓപ്ഷൻ ബി ആൻഡ് സി ആണ് മോണിറ്ററി ഐറ്റംസ് ആയിട്ട് വരേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ ബി ആൻഡ് സി ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 21 നമ്മൾ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ ഫങ്ഷണൽ കറൻസി ഓഫ് ഫാർഗോൺ ആസ് അറ്റ് 31st December 2016. സോ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഫാർഗോൺ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഫങ്ഷണൽ കറൻസീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് റിക്വയർമെൻറ്റ് എന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഈ ഒരു സെനേരിയോ വായിക്കണം. സോ നമുക്ക് സെനേരിയോ വായിച്ചു തുടങ്ങാം. ദി ഫങ്ഷണൽ കറൻസി ഓഫ് ഫാർഗോൺ ഈസ് കറൻ്റ്ലി ക്രോൺ. സോ അവരുടെ ഇപ്പോഴത്തെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ക്രോൺ ആണ്. നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഫാർഗോൺ ഹാസ് ഗ്രോൺ സബ്സ്റ്റാൻഷ്യലി ആൻഡ് ഫോർ ദ ലാസ്റ്റ് 2 years ending 31st December 2016. സോ 31st December 2016 എൻഡ് ചെയ്യുന്ന കഴിഞ്ഞ 2 വർഷത്തിൽ ഹാസ് എക്സ്പോർട്ടഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഗുഡ്സ് വിത്ത് എ ലാർജ് ഗ്രോത്ത് ഇൻ ഡോളർ സെയിൽസ്. സോ അവർ വിറ്റിരിക്കുന്ന മെജോറിറ്റി ഓഫ് ദ സെയിൽസും ഡോളേഴ്സിലാണ്. ഓക്കെ, അവർ ഡോളേഴ്സിലാണ് കൂടുതലും വിറ്റിരിക്കുന്നത്. ആൻഡ് ഇവിടെ ക്വാണ്ടിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ 90% ഓഫ് ദ ട്രേഡ് ഈസ് നൗ ഡിനോമിനേറ്റഡ് ഇൻ ഡോളേഴ്സ്. സോ മൊത്തം സെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 90% എന്ന് പറയുന്നത് എന്താണ്? ഡോളേഴ്സിലാണ് ചെയ്യുന്നത്. ബാക്കി 10% മാത്രമേ ഇപ്പോൾ ക്രോണിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ ഇനീഷ്യലി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ക്രോൺ ആണ്. ഇനി അത് ഡോളറിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് സിംപ്ലി അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 90% ഓഫ് ദ സെയിൽസും ഡോളറിലാണെന്ന് മനസ്സിലായി. ഇനി താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ടു ഡോളർ ഇഫ് അണ്ടർലൈങ് ബിസിനസ് കണ്ടീഷൻസ് ഹാവ് ചേഞ്ച്ഡ്. സോ ഇത്രയും കാലം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ക്രോണിലായിരുന്നു. പക്ഷേ ഗ്രാജുവലി 90% ഓഫ് ദ സെയിൽസ് എന്തായി മാറിയിട്ടുണ്ട്? ഡോളറായി മാറിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി തൊട്ട് നമ്മുടെ ഫങ്ഷണൽ കറൻസി, അതായത് ഫങ്ഷണൽ കറൻസി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രൈമറി എക്കണോമിക് എന്താണ് എൻവയൺമെൻറ്റ് എന്താണോ അവിടുത്തെ കറൻസിയാണ് നമ്മൾ യൂഷ്വലി ഫങ്ഷണൽ കറൻസിയായി ഡിറ്റർമൈൻ ചെയ്യാം. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മിക്ക സാധനം വിൽക്കുന്ന അല്ലെങ്കിൽ 90% ഓഫ് ദ സെയിൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡോളേഴ്സിലാണ്. സോ അതായിരിക്കണം ഇനി മുതൽ നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഓപ്ഷൻ അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഓപ്ഷൻ എന്താ പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ടു ഡോളർ ഇഫ് അണ്ടർലൈങ് ബിസിനസ് കണ്ടീഷൻസ് ഹാവ് ചേഞ്ച്ഡ്. സോ അണ്ടർലൈങ് ബിസിനസ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി അത് ഡോളറിലേക്ക് മാറ്റാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓരോ ഓപ്ഷനും എന്തുകൊണ്ടെല്ലാം നിങ്ങൾ നോക്കണം. ഒരിക്കലും ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ ആൻസർ എന്ന് വെച്ച് മുന്നോട്ട് പോകരുത്. റാദർ ദാൻ ദാറ്റ് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നും വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് റെട്രോസ്പെക്റ്റീവ്ലി. ഈ വേർഡ് നോക്കിക്കോ. റെട്രോസ്പെക്റ്റീവ്ലി
to the dollar as at 1st January 2050. സോ ഒരു ടൈം ലൈൻ വരയ്ക്കുന്നതാണെങ്കിൽ ഇവരെന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കഥ എന്ന് പറയുന്നത് 31st December 2016. സോ ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ നമ്മളെ 90% ഓഫ് ദ സെയിൽസും ഡോളറിലേക്ക് മാറിയിട്ടുണ്ട്, അപ്പോൾ ഫങ്ഷണൽ കറൻസി മാറ്റണോ എന്നുള്ള തോട്ടൊക്കെ നമുക്ക് ആ ഒരു ടൈമിലാണ് വന്നത്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലെറ്റ്സ് സേ ഇത് 1st January 2016, ഇതേപോലെ 1st January 2015. സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെട്രോസ്പെക്റ്റീവിൽ മാറ്റണം എന്ന് വെച്ചാൽ ഈ ഒരു ഡേറ്റ് മുതൽ ആണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ ചേഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ പറയുന്ന റെട്രോസ്പെക്റ്റീവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ചേഞ്ച് റെട്രോസ്പെക്റ്റീവ് ടു ഡോളർ ആസ് അറ്റ് ഈ ഡേറ്റിന് മുൻപ്. റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻപോട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൊത്തമായിട്ട് ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ട, ബാക്കോട്ട് പോയിട്ട് ഫുള്ള് നമ്മളെ കറൻസി ഡോളർ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് ചെയ്യുന്നത് മുൻപോട്ട് പോയിട്ട് മുൻപ് നമ്മൾ ചെയ്തത് മാറ്റി ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ പ്രോസ്പെക്റ്റീവിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാലം എൻ്റെ കറൻസി എന്ന് പറയുന്നത് ലൈക്ക് ക്രോൺ ആയിരുന്നു, ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ ഫങ്ഷണൽ കറൻസി ആയിട്ട് ഞാൻ ഡോളറാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ സ്പോട്ട് തൊട്ട് ചേഞ്ച് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ റെട്രോസ്പെക്റ്റീവ് എന്നുള്ളത് തെറ്റാണ്. സോ ഈ ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, ഇനി ഇറ്റ് റിമെയിൻസ് ദ ക്രോൺ ബിക്കോസ് ദ ഫങ്ഷണൽ കറൻസി ഡസ് നോട്ട് ചേഞ്ച്. നമ്മളെ ഫങ്ഷണൽ കറൻസി ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഫങ്ഷണൽ കറൻസി ചേഞ്ച് ഇഷ്ടംപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചേഞ്ച് ചെയ്യണം. ഏത് സിറ്റുവേഷനിൽ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് കണ്ടീഷൻസ് സിഗ്നിഫിക്കൻ്റ്ലി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫങ്ഷണൽ കറൻസി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ചെയ്യാനേ പാടില്ല എന്നാണ്. അതുകൊണ്ട് ക്രോൺ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്ന്. സോ ആ ഒരു ഓപ്ഷനും തെറ്റാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഇറ്റ് റിമെയിൻസ് ക്രോൺ ബട്ട് ദ പ്രസൻറ്റേഷൻ കറൻസി ഷുഡ് ബി ഡോളർ. ഇവർ പറയുന്നത് ഫങ്ഷണൽ കറൻസി മാറ്റാൻ പറ്റില്ല, അത് ക്രോൺ തന്നെയായിട്ട് കീപ്പ് ചെയ്യുക. പക്ഷേ എന്തൊട്ട് നമുക്ക് പ്രസൻറ്റേഷൻ കറൻസി ഡോളറാക്കി മാറ്റാൻ പറ്റും, കാരണം നമ്മുടെ മൊത്തം സെയിൽസ് 90% ഓഫ് സെയിൽസും ഡോളറിലല്ലേ. അതും ബ്ലണ്ടറാണ്. നമ്മൾ ഫങ്ഷണൽ കറൻസി തന്നെ മാറ്റണം, നമ്മൾ ഡോളറിലേക്ക് മാറ്റണം, ക്രോൺ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഓപ്ഷനും തെറ്റാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബാക്കിയുള്ളത് ഏതാ, ഓപ്ഷൻ എ മാത്രമാണ്. അതാണ് നമ്മൾ ആൻസർ ആയിട്ട് നമ്മൾ ഇനീഷ്യലി ചൂസ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ പാറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ. സോ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. സെനേറിയോ വായിക്കാം. ഓൺ 28 November പാറ്റർ പർച്ചേസ് സം ഗുഡ്സ് ഫോർ ദ ക്രോൺ 2,20,000. സോ 2,20,000 ക്രോൺ കൊടുത്തിട്ട് അവർ പർച്ചേസ് ചെയ്തു, ഡേറ്റും തന്നിട്ടുണ്ട്. ഓൺ 17 December പാറ്റർ മെയ്ഡ് എ പേയ്മെൻറ്റ് ഓഫ് ക്രോൺ 1,10,000 ക്രോൺ അവർ പേ ഓഫ് ചെയ്തു. അറ്റ് 31st December Patter's year end, all of the goods remain in inventory and Cron 1,10,000 is still outstanding. ബാക്കി കൊടുക്കാനുള്ള പേയ്മെൻറ്റ് പേയബിൾസ് ഇപ്പോൾ പെൻഡിങ് ഉണ്ട്, പകുതി പേയബിൾസ് പെൻഡിങ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ആസ് ഫോളോസ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ടൈം ലൈൻ വരച്ച് നോക്കാം. സോ നമ്മൾ ഇത് നടത്തിയത് 28th November നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം ഈ ഒരു സാധനം പർച്ചേസ് ചെയ്ത് ലെറ്റ്സ് സേ എത്രയാ 2,20,000 സാധനം നമ്മൾ ക്രോണിൽ പർച്ചേസ് ചെയ്തു, ക്രോണിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ December 17th പോയിട്ട് ഡിസംബറിന് പോയിട്ട് നമ്മൾ പേ ഓഫ് ചെയ്തു. എത്ര, ഇതിൻ്റെ പകുതി നമ്മൾ പേ ഓഫ് ചെയ്തു, 1,10,000 പേ ഓഫ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഉണ്ടാവും, അത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേപോലെ ഇയർ എൻഡ് ആയ സമയത്തും നമ്മൾ കുറച്ച് പേ ഓഫ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ടാവും, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലുള്ള ഫിഗറാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനീഷ്യലി ഇവർ പറഞ്ഞിട്ടുണ്ട് എത്രയാ, 2,20,000 ക്രോണാണ് ഇവർ ലൈക്ക് പർച്ചേസ് ചെയ്ത് 2,20,000 ക്രോൺ ആയിരുന്നു ഇവർ കൊടുക്കാനുള്ളത്. സോ നമ്മൾ ആ ഡേറ്റിന് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിന് എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് വന്നിട്ടുണ്ട് എത്രയാ, 5.5 ക്രോൺ ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. സോ നമുക്കത് കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ നേരത്തെ പറഞ്ഞ അതേ സ്ട്രാറ്റജി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. 5.5 ക്രോൺ ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. സോ 2,20,000 ക്രോണിനെ നമ്മൾ ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡോളറിൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്, കറൻസീൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്, കുറയാണ് വേണ്ടത്? അതെ, കുറയാണ് വേണ്ടത്. കാരണം എന്താ, ഇപ്പം 5.5 ക്രോൺ ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. സോ അത് ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് കുറയാണ് വേണ്ടത്. സോ എനിക്ക് 2,20,000 കുറക്കണമെങ്കിൽ 5.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ? നിങ്ങൾ ചിന്തിച്ചിട്ട് പറ. നമ്മൾ എന്താ ചെയ്യുക, 2,20,000 ഇൻറ്റു അല്ല ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 5.5 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. എത്രയാണ് നോക്കാം, 2,20,000 ഡിവൈഡഡ് ബൈ 5.5 എന്ന് പറയുമ്പം നമുക്ക് 14,000
കിട്ടും. $14,000 ആണ് ഇനീഷ്യലി ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ലൈക്ക് പേയബിൾസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ $20,000 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഡിസംബർ 17 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി $20,000 ആണ് ഞാൻ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത്. ഓക്കെ, സോ ഞാൻ കൊടുത്ത സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എത്രയാണ് കൊടുത്തത് എന്ന് നോക്കാം. ഓക്കെ, സോ അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ പുതിയ കാൽക്കുലേഷൻ എടുക്കാം. മൊത്തം 2,20,000 ഉള്ളതിൽ നമ്മൾ പകുതി പേ ഓഫ് ചെയ്തു, വിച്ച് ഈസ് 1,10,000 ആണ് പേ ഓഫ് ചെയ്തത്. സോ 1,10,000 നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1,10,000 ഡിവൈഡഡ് ബൈ 5.3. ഓക്കെ, 1,10,000 ഡിവൈഡഡ് ബൈ 5.3 എന്ന് പറയുമ്പം നമുക്ക് കിട്ടും എത്ര? 20755. ഓക്കെ, 20755 എന്ന് പറയുന്ന ഫിഗറാണ് നമുക്ക് കിട്ടിയത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ പേ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തത്, നമ്മൾ ഇനീഷ്യലി വന്ന സമയത്ത്, അതായത് ഈ ഒരു ഡേറ്റിന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ഏകദേശം $20,000 പേ ചെയ്യണം. $20,000 പേ ചെയ്യണമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞാൻ റിയലി പേ ചെയ്യേണ്ട വന്ന എമൗണ്ട് എത്രയാണ്? 20,755 കൊടുക്കേണ്ട 755 കൊടുക്കേണ്ട വന്നു. സോ 20,000 കൊടുക്കാം എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എനിക്ക് എത്ര കൊടുക്കേണ്ട വന്നു? 20,755 എന്ന് പറയുമ്പോൾ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയ 755 ഞാൻ എക്സ്ട്രാ കൊടുക്കേണ്ട വന്നു. ഇതെനിക്ക് എന്താ ഒരു ലോസ് ആയിട്ട് ഞാൻ കാണിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇയർ എൻഡിൻ്റെ സമയത്തും വേറെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് എത്രയാണ് നമുക്ക് നോക്കാം. ഇയർ എൻഡിൻ്റെ സമയത്ത് ഇതൊരു മോണിറ്ററി അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ $20,000 പേ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇയർ എൻഡിൻ്റെ സമയത്ത് നോക്കുമ്പം ലൈക്ക് ക്രോണിൽ വീണ്ടും എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഡിഫറൻസ് വന്നേ നോക്കാം. സോ 1,10,000 ഡിവൈഡഡ് ബൈ 5.6. ഇതാണല്ലോ നമ്മളെ പുതിയ റേറ്റ് എന്ന് പറയുന്നത്, 5.60. എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1,10,000 ഡിവൈഡഡ് ബൈ 5.60 എന്ന് പറയുമ്പം ഞാൻ പേ ചെയ്യേണ്ട വന്നത് 1,9642. പേ ചെയ്യേണ്ട വന്നല്ല, ലൈക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് 3 ആണ് വരേണ്ടത്. പേ ചെയ്യേണ്ടല്ല, ഇതാണ് ഞാൻ ഇനി എൻ്റെ പേയബിൾസിൻ്റെ ഫിഗർ ആയിട്ട് കാണിക്കുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ $20,000 കൊടുക്കേണ്ടി വരുന്നു എന്നിട്ട് പേയബിൾസായി കാണിച്ചതിൽ നിന്നും ഇനി എത്ര കൊടുത്താൽ മതി? ഇനി എത്ര ഫിഗർ കാണിക്കാം? 19,643 എന്ന് പറയുന്ന ഫിഗർ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20,000 മൈനസ് 19,643 എന്ന് പറയുമ്പം $357. ഇതെനിക്ക് ഗെയിൻ ആണ്. കാരണം എന്താ? ഞാൻ എക്സ്പെക്ട് ചെയ്തത് എനിക്ക് ഏകദേശം $20,000 കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിരുന്നത് $19,643 എനിക്ക് കൊടുക്കേണ്ടി വരുള്ളൂ എന്നിട്ട് ഞാൻ പേയബിൾസ് ആയിട്ട് എനിക്ക് കാണിക്കുന്നുള്ളൂ. സോ ആ ഒരു ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലയബിലിറ്റി കുറഞ്ഞത് എനിക്കൊരു ഗെയിൻ ആയിട്ടാണ് കാണിക്കുക. ഇനി ഇവിടെ നമുക്ക് മൊത്തം രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ ലോസ് ആയിട്ട് 755 ഞാൻ ലോസ് ബിയർ ചെയ്തു. ഇതേപോലെ എനിക്ക് ഗെയിൻ ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? 357 എന്ന് പറയുന്ന ഗെയിനും വന്നിട്ടുണ്ട്. സോ ഇത് തമ്മിലുള്ള നെറ്റ് ഓഫ് ചെയ്ത ഫിഗറാണ് എനിക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. 755 മൈനസ് 357 എന്ന് പറയുമ്പം 398. ഇതെനിക്ക് ലോസ് ആണ്, കാരണം ലോസ് ആണല്ലോ കൂടുതൽ. 398 എന്ന് പറയുന്ന ഫിഗർ ഓപ്ഷൻ ബി ആണ് എനിക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ബീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ? സോ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്രയാണ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഫിഗർ വരേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സെനേറിയോ വായിക്കാം. ബി ഹാസ് റിസീവ്ഡ് ക്രോൺ ഓഫ് 23 lakhs അല്ലെങ്കിൽ 2.3 million as a prepayment of an item of machinery which is to be delivered to the customer in the following period. അതായത് അടുത്ത വർഷം നമ്മൾ ലൈക്ക് അവർക്ക് ഒരു മെഷീനറി കൊടുക്കണം, അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രീ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്ര? 2.3 million തന്നിട്ടുണ്ട്, ക്രോണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ദ പ്രീ പേയ്മെൻറ്റ് ഈസ് എ നോൺ മോണിറ്ററി ഐറ്റം. സോ അത് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു നോൺ മോണിറ്ററി ഐറ്റം ആണ്. ആ നോൺ മോണിറ്ററി ഐറ്റംസിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇയർ എൻഡിൽ അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ബെൽടോപ്സ് ഫങ്ഷണൽ കറൻസി ഈസ് $. ഓക്കെ, ദ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ റെസിപ്റ്റ് ഓഫ് ദ ക്യാഷ് വാസ് നമ്മൾ ലൈക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് $1 ആൻഡ് ക്രോണിൻ്റെ 4.8 ആണ് വരുന്നത്. അതേപോലെ ഇയർ എൻഡിൻ്റെ സമയത്ത് 5.1 ആണ് വരുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എത്ര വരുന്നതെന്നാണ്. സോ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക?
യൂഷ്വലി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ആ സ്പോട്ട് റേറ്റ് എടുത്ത് കൺവേർട്ട് ചെയ്യും, പിന്നെ അതേസമയം ഇയർ എൻഡത്തെ ഡേറ്റ് എടുത്ത് കൺവേർട്ട് ചെയ്യും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എപ്പോഴും ഗെയിനോ ലോസോ എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റനിൽ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു നോൺ മോണിറ്ററി ഐറ്റം ആണ്. ഇത് പ്രീപേയ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നോൺ മോണിറ്ററി ഐറ്റം ആണ്. സോ നോൺ മോണിറ്ററി ഐറ്റംസിൻ്റെ പ്രത്യേകത എന്താ, നമ്മളത് കൺവേർട്ട് ചെയ്യില്ല, ആ സ്പോട്ടിൽ ഇനീഷ്യലി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഗെയിനോ ലോസ് ഉണ്ടാവില്ല. എപ്പോഴാണ് ഗെയിനോ ലോസ് ഉണ്ടാവുക, നമ്മൾ ഒരു മൊമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫ്ലക്ച്വേഷൻ കാരണം വീണ്ടും കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് ഗെയിനോ ലോസ് ഉണ്ടാവുക. ഇനി ഇതൊരു നോൺ മോണിറ്ററി ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ നോ ഗെയിൻ നോ ലോസ്, നോ ഗെയിൻ നോ ലോസ് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് നോ ഗെയിൻ നോ ലോസ് ആണ്. ഇനിയിപ്പം കൺഫ്യൂഷന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, പല ആൻസേഴ്സും തരും, പല ഓപ്ഷനിൽ പല ആൻസേഴ്സ് ആയിട്ട് തരും. പക്ഷേ ഇതിൻ്റെ ആൻസർ വേണ്ടത് നോ ഗെയിൻ നോ ലോസ് ആണ്. കാരണം ഇതെന്താ, ഒരു പ്രീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് നോൺ മോണിറ്ററി അസറ്റ് ആണ്. നോൺ മോണിറ്ററി അസറ്റ് നമ്മൾ ഇയർ എൻഡിൻ്റെ ടൈമിൽ കൺവേർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ നോൺ കറന്റ് ലയബിലിറ്റി ഇൻ ഡീസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 31 December 2016? സോ ഈ ഒരു സ്പെസിഫിക് ഡേറ്റിന് ഇവരുടെ നോൺ കറന്റ് ലയബിലിറ്റി ഫിഗർ എത്രയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ SOFPയിൽ വരേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓൺ 1 January 2016, ഇവിടെ ഡേറ്റ് ഭയങ്കര റെലവൻ്റ് ആണ്. സോ ഡേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, ഡോച്ച് ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് ക്രോൺ 1 million. സോ 1 million ക്രോൺ ഇവരെന്ത് ചെയ്തു, ലോണായിട്ട് എടുത്തു. ഓക്കെ, സോ 1 million ക്രോൺ. ഡോട്ട്സ് ഫങ്ഷണൽ കറൻസി ഈസ് ഡോളർ, അവരുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്ന ഡോളറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് വരും. ഓക്കെ, ദ ലോൺ ഈസ് ടു ബി റീപെയ്ഡ് ഇൻ 10 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ക്രോൺ. അപ്പം ഇവർ 1 million ലോൺ എടുത്തു. 1 million എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. സോ ഇവർ 10 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഇത് സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക, 1 lakh വെച്ചിട്ട് എല്ലാ വർഷവും അടക്കണം. അതും അടക്കുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 1 December 2000, ലൈക്ക് സ്പെസിഫിക് ഡേറ്റ്. ഇപ്പോൾ 2016 ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 31 December 2016, 17, 18 ഓരോ വർഷവും 1 ലക്ഷം ക്രോൺ വെച്ചിട്ട് സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്ന നോൺ കറന്റ് ലയബിലിറ്റി ഫിഗർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇനീഷ്യലി നിങ്ങൾ മനസ്സിലാക്കാം, ഇതിന് ഇവിടെ റെലവൻസ് ഇല്ല, ഇതിന് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഡേറ്റിന്, അതായത് ഇയർ എൻഡ്, അതായത് ഈ ഡേറ്റിന് ഇതിൻ്റെ നോൺ കറന്റ് ലയബിലിറ്റീൻ്റെ ക്യാരിയിങ് വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യാരിയിങ് എമൗണ്ട് എന്തിൻ്റെ, ഈ ഒരു ലോണിൻ്റെ. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, മൊത്തം ഉള്ളത് എത്രയാണ്, 1 million ലോണാണ്. ഇതിൽ നമ്മളൊരു ടൈം ലൈൻ വരക്കുന്ന സമയത്ത് എന്താണ്, ഇത് ഇയർ 1, ഇയർ 2, ഇയർ 3 ഇങ്ങനെയാണ് വരുന്നത്. സോ ഇയർ 1 നമ്മൾ ഇവിടുന്ന് ലോൺ എടുത്തു, 1 January നമ്മൾ ലോൺ എടുത്തു. ആൻഡ് ഈ ഡേറ്റിന് നമ്മൾ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു. ആ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്യുക എത്രയാണ് ലോണിൻ്റെ ബാക്കിയുള്ളതെന്ന്. സോ മൊത്തം 10 ലക്ഷം ലോൺ ഉള്ളതിൽ 1 ലക്ഷം നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനം അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി 9 ലക്ഷമാണ്, അല്ലെങ്കിൽ 0.9 million ആണ് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത്. ഇതായിരിക്കും നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷേ നിങ്ങൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ടുവേർഡ്സ് എൻഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 9 million നമുക്ക് എന്ത് ചെയ്യണം, ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രോൺ എന്ന് പറയുന്നത് 2.46 dollars ആണ്. സോ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കറൻസീൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്, കുറയാണ് വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രൗൺ എന്ന് പറയുന്നത് 2.46 dollars ആണ്. സോ അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡോളറിൻ്റെ കൗണ്ട്, കറൻസി കൂടുകയാണ് വേണ്ടത്. സോ 9 lakh ഇൻറ്റു ആണോ ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്, ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 2.46 ഇൻറ്റു 2.46 ചെയ്താൽ നമുക്ക് എത്ര ഡോളേഴ്സ് ഉണ്ടെന്ന് കിട്ടും. സോ 9 lakh ഇൻറ്റു 2.46 ചെയ്താൽ നമുക്ക് കിട്ടും 2214,000 2214,000 എന്ന് പറയുന്ന ആൻസർ. സോ ഓപ്ഷൻ ബി ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റും. കാരണം ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ കറന്റ് ലയബിലിറ്റി, നമ്മുടെ കമ്പനീൻ്റെ നോൺ കറന്റ് ലയബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷത്തിൻ്റെ എൻഡിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷത്തിൻ്റെ എൻഡിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ട് ഇവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. സോ അടുത്ത വർഷത്തിൻ്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ഇൻസ്റ്റാൾമെൻറ്റിന് നമ്മൾ കറന്റ് ലയബിലിറ്റി ആയിട്ടും, അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാൻ പോകുന്ന ലോണിൻ്റെ പോർഷൻ നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് ഫർദർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ മൊത്തം 9 ഇൻസ്റ്റാൾമെൻറ്റ്സും കൂടി ബാക്കിയുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്താ, കറന്റ് ലയബിലിറ്റി ആണ്. ബാക്കി 8 ഇൻസ്റ്റാൾമെൻ്റ് ആണ് നോൺ കറന്റ് ലയബിലിറ്റി. ഈ നോൺ കറന്റ് ലയബിലിറ്റി ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്താണ്, 9 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്, നമുക്ക് 8 ഇൻസ്റ്റാൾമെൻറ്റ്സ് മതി. സോ ആ 8 ഇൻസ്റ്റാൾമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 9 lakh എടുത്തതിന് പകരം 8 lakh എടുത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 8 lakh ഇൻറ്റു 2.46, 8 lakh ഇൻറ്റു 2.46 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. 8 lakh
0.46. ഓക്കെ, 1968000, 1968000 ഇതാണ് നമ്മുടെ നോൺ കറണ്ട് ലൈബിലിറ്റി ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതേ സമയം ടോട്ടൽ ലൈബിലിറ്റി, ഈ നോൺ കറണ്ടിന് പകരം ടോട്ടൽ ലൈബിലിറ്റി അല്ലെങ്കിൽ വെറും ലൈബിലിറ്റി ഫിഗർ എത്രയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഇതായിരുന്നു. പക്ഷേ നമ്മളോട് ചോദിച്ചിരുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന പോർഷനാണ്. ഇനി കറണ്ട് ലൈബിലിറ്റി പോർഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, 1 lakh ഇൻറ്റു ആ ഒരു എമൗണ്ട് വെച്ച് 2.46 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടും. സോ ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടത് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് at what exchange rate should the property be measured in the reporting dates? ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ആ പ്രോപ്പർട്ടി ഏത് എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇയർ എൻഡിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ടീസ് ഫങ്ഷണൽ കറൻസി ഈസ് യൂറോ ബട്ട് ഇറ്റ്സ് പ്രസൻറ്റേഷൻ കറൻസി ഈസ് ഡോളേഴ്സ്. അത് തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ഹെഡ് ഓഫീസ് പ്രോപ്പർട്ടി ബോട്ട് 3 years ago ആൻഡ് ക്യാരിഡ് അറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇവർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബിൽഡിംഗ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, റിപ്പോർട്ടിംഗ് ഡേറ്റിന് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊരു ടൈം ലൈൻ വരയ്ക്കുന്നതാണെങ്കിൽ നമ്മൾ 3 വർഷം മുമ്പേ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, നമ്മൾ പർച്ചേസ് ചെയ്തു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ആൻഡ് 3ാമത്തെ വർഷത്തിൻ്റെ എൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നമ്മൾ ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒന്നാമത്തത് ദ റേറ്റ് ഓൺ ദ പർച്ചേസ് ഡേറ്റ്. സോ ഈ ദിവസം നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റിന് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. അപ്പം ഇവിടുത്തെ കേസ് ആണെങ്കിൽ യൂറോയും അതേപോലെ തന്നെ ഡോളറുമാണ്. സോ ഇവിടെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇനീഷ്യലി ഇവിടെ പറയുന്നത്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ദ റേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ഡേറ്റ്, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഡേറ്റിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും, ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. ഇത് വേണം നമ്മൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ യൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിലാണ് ഈ ബിൽഡിങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ പ്രോപ്പർട്ടീനെ. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് ഐറ്റത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇയർ എൻഡ് ആയിക്കോട്ടെ ഏത് റേറ്റിനും പോയിട്ട് റീട്രാൻസ്ലേറ്റ് ചെയ്യില്ല. നോൺ മോണിറ്ററി ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ റീട്രാൻസ്ലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ഡേറ്റ് ഇനീഷ്യലി പർച്ചേസ് ചെയ്ത സമയത്ത് ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണോ യൂസ് ചെയ്തത് അത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂവിങ് ഫോർവേഡ് ഒരു ചേഞ്ചും വരാനില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ വരേണ്ടത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ റീസൺ. ലൈക്ക് അത് നമ്മൾ പർച്ചേസ് ഡേറ്റിന് ആൻസർ വരേണ്ടത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ഡേറ്റിൽ യൂസ് ചെയ്യണമെന്ന് പാടില്ല, കാരണം ഇത് കോസ്റ്റ് മെത്തേഡാണ്. ഇനി ദ റേറ്റ് ഓഫ് ബിഗിനിങ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്, അതായത് ഈ ഡേറ്റിന് നമ്മൾ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡേറ്റിന് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവുമല്ലോ, ഇത് വേണം യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇതുമല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും തെറ്റാണ്. ഇനി ആവറേജ് റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സീരിയസ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ആവറേജ് റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരേണ്ടത്. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? At what amount will the receivable be recognized in the financial statements of B company at 13 June 2014? സോ അവരുടെ ഇയർ എൻഡിൽ ഈ റിസീവബിൾസിൻ്റെ ഫിഗർ എത്രയിലാണ് കാണിക്കുക എന്നുള്ളതാണ്. റിസീവബിൾസ് ഒരു മോണിറ്ററി ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്നിട്ട് വേണം ഫിഗർ എത്രയാണെന്ന് കണ്ടെത്താൻ. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഓൺ 1st March 2014 B sold an asset to a UK company for 3 lakh pound അല്ലെങ്കിൽ 0.3 million പൗണ്ടിന് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഓഫ് വിച്ച് 1,15,000 വാസ് റിസീവ്ഡ്. സോ 1,15,000 ഇയർ എൻഡിന് മുൻപേ കിട്ടിയിട്ടുണ്ട്. ദ ബാലൻസ് ഈസ് ഡ്യൂ ഓൺ 1st July 2014. സോ ഇയർ എൻഡിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളത് കിട്ടുക. ഓക്കെ, പകുതി നമുക്ക് കിട്ടി, ബാക്കി പകുതി ഇയർ എൻഡിന് ശേഷമാണ് കിട്ടുക. സോ ബാക്കി പകുതി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 1,15,000 ഉണ്ട്. സോ ഈ 1,15,000 പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാണിക്കണം. ഇതിൻ്റെ ഫിഗർ ഇയർ എൻഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്രയാണ് എനിക്ക് റിസീവബിൾസ് ആയിട്ട് കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 1,15,000 നമ്മൾ കൺവേർട്ട് ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, സോ ഇവിടെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ $1 എന്ന് പറയുന്നത് വെറും 0.69 പൗണ്ടാണ്. 0.69 പൗണ്ടാണ് $1 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പൗണ്ടിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രിക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് ഒരു പൗണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഡോളർ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വലുതാണ്. $1 എന്ന് പറയുമ്പം പൗണ്ട് ചെറിയ, അതായത് 0.69, ഞാൻ വെറും ന്യൂമറിക്കൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്. 0.96നെ നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡോളർ വലുതാണ്. ഓക്കെ, സ്ട്രെങ്ത് എന്നല്ല ഞാൻ പറയുന്നത്, ഡോളർ വലുതാണ്. സോ നിങ്ങൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡോളറിൻ്റെ കൗണ്ട്, ഡോളർ എന്ന് പറയുന്ന കറൻസീൻ്റെ കൗണ്ട് കൂടുകയാണോ വേണ്ടത് അല്ലെങ്കിൽ കുറയാണോ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ട് പറ. കൂടുകയാണ് വേണ്ടത് അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഇതിനെ കൂട്ടണം. നമുക്കറിയാം കറൻസീൻ്റെ കൗണ്ട് കൂട്ടണം. അപ്പോൾ അതെങ്ങനെ കൂട്ടാൻ നോക്കാം. 1,15,000 ഉണ്ട്. ഈ 1,15,000 കൂടണം. ഇതിനെ കൂടണമെങ്കിൽ
ഇൻറ്റു ഇതിനെ കൂടണമെങ്കിൽ നമുക്ക് ഇൻറ്റു 0.69 ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 0.69 ആണോ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാം. രണ്ടും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നോക്കി നമുക്ക് കൂടുകയാണ് വേണ്ടത്. 1,15,000 ഇൻറ്റു 0.69 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എത്രയാണ്? 103,500 എന്ന് പറയുന്ന ഫിഗറാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ കിട്ടും. പക്ഷേ ഇത് തെറ്റാണ്. നിങ്ങൾ തെറ്റ് ചെയ്താൽ ആൻസർ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യും? അവർ ഓപ്ഷനിൽ കൊടുക്കും നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതല്ല ആൻസർ വേണ്ടത്. നമുക്ക് കറൻസീൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്. കൂടണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. സോ ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുന്നത് നോക്കാം. 1,15,000 ഡിവൈഡഡ് ബൈ 0.69 എന്ന് പറയുമ്പം 217,391 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. 217,391 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. അതാണ് നമ്മൾ ആൻസർ ആയിട്ട് വേണ്ടത്, വിച്ച് ഈസ് ഓപ്ഷൻ സി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ഇയർ എൻഡിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് പൈസയും കൂടി കിട്ടാണ്ടായിരുന്നു, ഇതിൻ്റെ ബാക്കി കിട്ടാണ്ടായിരുന്നു. ആ ഫിഗർ എത്രയാണ് നമ്മൾ റിസീവബിൾസ് ആയി നമ്മളെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ മോണിറ്ററി ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇയർ എൻഡത്തെ റേറ്റ് യൂസ് ചെയ്തു. ഇതൊക്കെ നമുക്കറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കറൻസിൻ്റെ എണ്ണം കൂടുകയാണ് വേണ്ടത്, കുറയാണ് വേണ്ടത്. ഈ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡോളറിൻ്റെ കൗണ്ട് കറൻസി വൈസ് കൂടുകയാണ് വേണ്ടത്. കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കേസിൽ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ അല്ല. സോ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, വിച്ച് ഈസ് ഓപ്ഷൻ സി. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്താണോ, ഇതിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂമറിക്കൽ ആസ്പെക്ട് എന്താ, ഇതിൻ്റെ തിയറി ആസ്പെക്ട് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 5-8 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. പ്ലസ് ഇതുപോലെയുള്ള ടഫ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഇനി അപ്കമിംഗ് വീഡിയോസിൽ ചെയ്യാം. സോ ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. എൻ്റെ എക്സാമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.